ജോലിക്ക് വേണ്ടി ഗർഭപാത്രം മുറിച്ചു മാറ്റേണ്ടി വന്ന സ്ത്രീകളുണ്ട്. അതെ, അതും ഇന്ത്യയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ ചർച്ചയായ ഒന്നാണ് മഹാരാഷ്ട്രയിലെ കരിമ്പ് പാടത്ത് ജോലി ചെയ്യുന്ന വനിതാ തൊഴിലാളികൾക്ക് വയലിലേക്ക് പോകുന്നതിന് മുൻപ് ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവേണ്ടി വന്നതായുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒന്നും രണ്ടും പേരല്ല, 843 സ്ത്രീകളാണ് ഉപജീവനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഗർഭപാത്രം നീക്കം ചെയ്യാനും തയ്യാറായിരിക്കുന്നത്. ജോലിക്ക് പോയില്ല എങ്കിൽ കരാറുകാർക്ക് പിഴ നൽകേണ്ടി വരുമെന്നും പോരാതെ ദിവസക്കൂലിയും നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യമാണ് ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. 30നും 35 വയസ്സിനും ഇടയിലുള്ളവരാണ് ഇതിൽ അധികം സ്ത്രീകളുമെന്ന് മഹാരാഷ്ട്ര ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടുത്തെ കരാറുകാർ പരിഗണന നൽകുന്നത് ആർത്തവമില്ലാത്ത സ്ത്രീകൾക്കാണത്രേ. ഭാര്യയും ഭർത്താവും ഒറ്റ യൂണിറ്റായാവും ജോലി ചെയ്യുക. ദിവസം 1000 രൂപ കിട്ടണമെങ്കിൽ കുറഞ്ഞത് 250 ടൺ കരിമ്പെങ്കിലും വെട്ടണം. അതിനിടയിൽ ആർത്തവ ദിവസങ്ങൾ. അപ്പോൾ പോലും കഠിനമായ കരിമ്പ് വെട്ടലിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത ഇവർക്ക് മുന്നിൽ ഇല്ല എന്നതാണ് വീടിലെ യാഥാർത്ഥ്യം. ഗർഭാവസ്ഥയിൽ പോലും കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്തത് 1523 സ്ത്രീകൾ. ആ അവസ്ഥയിലും പൊരിവെയിലത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ദാരിദ്ര്യം തന്നെ. എന്നാൽ പലരും ശസ്ത്രക്രിയക്ക് വിധേയരായത് സർക്കാർ ഡോക്ടർമാരുടെ സമ്മതത്തോടെയാണെന്നുള്ള ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നു. സർക്കാർ ഡോക്ടർമാരുടെ അനുമതിയോടെ 279 ശസ്ത്രക്രിയകൾ സ്വകാര്യമായി നടത്തിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ബീഡിലെ കരിമ്പ് ചൂഷണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇതാദ്യമായല്ല പുറം ലോകം അറിയുന്നത്. ഇതിനു മുൻപും ഇത്തരം കടുങ്കൈ ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളെ കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. 2019 ഈ ചൂഷണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറി UPS മദനിന് നോട്ടീസ് അയച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറവും നീതി മാത്രം അകലെ തന്നെ നിൽക്കുന്നു.